നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി മുനിസിപ്പൽ ടവർ യാഥാർത്ഥ്യമാകുന്നു. 10 കോടി രൂപ ചെലവിലാണ് മുനിസിപ്പൽ ടവർ നിർമ്മാണം. ജനുവരി 15-ന് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടക്കുമെന്ന് മുഹമ്മദ് മൊഹസിൻ MLA അറിയിച്ചു. പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലെ മാർക്കറ്റിന് സമീപത്താണ് പുതിയ മുനിസിപ്പൽ ടവർ നിർമ്മിക്കുന്നത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 കോടി രൂപയാണ് സംസ്ഥാന ബഡ്ജറ്റിൽ മുനിസിപ്പൽ ടവറിനായി അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. 9.13 കോടി രൂപ ചെലവിലാണ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. ജനുവരി 15-ന് വൈകുന്നേരം 5 മണിക്ക് മന്ത്രി MP രാജേഷ് മുനിസിപ്പൽ ടവറിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുമെന്ന് മുഹമ്മദ് മൊഹസിൻ MLAയും പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടിയും വൈസ് ചെയർമാൻ TP ഷാജിയും സ്ഥിരസമിതി അധ്യക്ഷൻ P വിജയകുമാറും അറിയിച്ചു. മുനിസിപ്പൽ ടവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. അത് യാഥാർത്ഥ്യമാവുകയാണ് എന്ന സന്തോഷം അറിയിക്കാനാണ് ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. പട്ടാമ്പി ടൗണ് നമുക്കറിയാം പുതിയൊരു രീതിയിലേക്ക് മാറുകയാണ്. പട്ടാമ്പിയുടെ ടൗണ് വികസിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പ്രധാനപ്പെട്ട ഓഫീസുകൾ കൂടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള തീരുമാനം നേരത്തെ എടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായി മുനിസിപ്പൽ ടവറും റവന്യൂ ടവറും അടക്കമുള്ള സൗകര്യങ്ങൾ നിലവിലെ പുതിയ മത്സ്യ മാർക്കറ്റിൻ്റെ അപ്പുറത്തുള്ള മുനിസിപ്പാലിറ്റിയുടെ സ്ഥലത്ത് അതുമായി ബന്ധപ്പെട്ട് അവിടെ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി മുനിസിപ്പൽ ടവറിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം മുനിസിപ്പാലിറ്റിയിലെ നിലവിലെ സൗകര്യക്കുറവ് വളരെ കാലമായി നേരത്തെ പഞ്ചായത്ത് ആവുമ്പോൾ മുതലുള്ള ആ സൗകര്യമാണ് ഇപ്പോഴും ഉള്ളത്. മാത്രമല്ല പൊതുജനങ്ങൾക്ക് വന്നാൽ അവരുടെ പരാതികളും അവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് വരാനും ഇരിക്കാനും, അതുപോലെ ഓഫീസേഴ്സിന് വേണ്ടത്ര സൗകര്യങ്ങൾ, ജനപ്രതിനിധികൾക്ക് അത്യാവശ്യം ആളുകളെ കാണാൻ പറ്റുന്ന സൗകര്യങ്ങൾ, കോൺഫറൻസ് നടത്താനുള്ള സൗകര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ വളരെ പരിമിതമാണ് നിലവിലുള്ള മുനിസിപ്പാലിറ്റി ഓഫീസ്. ആ പരിമിതികളൊക്കെ മാറി ഏറ്റവും പുതിയ ഓഫീസിലേക്ക് മാറാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് കിഫ്ബി വഴി ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഈ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഏറെ കാലത്തെ ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത്. നിലവിലെ നഗരസഭാ ഓഫീസ് കെട്ടിടം സ്ഥല സൗകര്യങ്ങളാൽ വീർപ്പ് മുട്ടുന്നുണ്ട്. ഈ സാഹചര്യം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുനിസിപ്പൽ ടവർ വിഭാവനം ചെയ്തത്. സമയബന്ധിതമായി തന്നെ മുനിസിപ്പൽ ടവറിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മുഹമ്മദ് മൊഹസിൻ MLA പറഞ്ഞു. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയായിരിക്കും മുനിസിപ്പൽ ടവർ നിലവിൽ വരിക. മുനിസിപ്പൽ ടവറിനോട് കൂടി തന്നെ റവന്യൂ ടവറിന്റെ നിർമ്മാണവും ഉടൻ ആരംഭിക്കാനാകുമെന്നും MLA കൂട്ടിച്ചേർത്തു. ഇതിന്റെ നിർമ്മാണോദ്ഘാടനം നടക്കുന്ന വേളയിൽ പട്ടാമ്പിയുടെ ഒരു കാരണം പട്ടാമ്പി ടൗണ് ഇപ്പൊ വളരെ കൺജസ്റ്റഡ് ആയ ഒരു ഭാഗത്തു നിന്ന് മാറി കുറച്ചും കൂടെ വിപുലീകരിച്ചിട്ടുള്ള ഒരു ഭാഗത്തേക്ക് മാറുകയാണ്. അപ്പോൾ വലിയൊരു മാറ്റമാണ് ഈ മുനിസിപ്പൽ ടവർ അവിടെ വരുന്നതോടുകൂടി ഉണ്ടാവുന്നത്. മാത്രമല്ല ഭാവിയിൽ റവന്യൂ ടവർ കൂടി അതിന്റെ പരിസരത്താണ് വരുന്നത്. നേരത്തെ നമുക്കറിയാം രണ്ടും ഒരേപോലെ വേഗത്തിൽ പൂർത്തീകരിക്കേണ്ടതാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പട്ടാമ്പി റവന്യൂ ടവർ പട്ടാമ്പി മുനിസിപ്പാലിറ്റി സ്ഥലം കൊടുത്തു. അത് റവന്യൂ വകുപ്പിലേക്ക് കൈമാറുന്ന നടപടി ഇവിടെ കാലതാമസം എടുക്കുന്നുണ്ട്. അതിപ്പോൾ ഏതാണ്ട് പൂർത്തീകരിച്ചു. ഇനി റവന്യൂ ടവർ അധികം വൈകാതെ നമുക്ക് ആരംഭിക്കാൻ കഴിയും. മുനിസിപ്പാലിറ്റിയുടെ തന്നെ സ്ഥലം മുനിസിപ്പൽ ടവറിനായതുകൊണ്ട് കുറച്ചുകൂടെ വേഗത്തിൽ അത് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും പട്ടാമ്പി മുനിസിപ്പൽ ടവർ എന്ന ഏറ്റവും വലിയ സ്വപ്നം നമ്മുടെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ആ ഒരു പദ്ധതി അത് യാഥാർത്ഥ്യമാക്കുകയാണ്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA തെരഞ്ഞെടുപ്പിൽ സംഘർഷം. കഴിഞ്ഞ ദിവസം രാത്രി വരെ തെരഞ്ഞെടുപ്പ് നടപടികൾ നീണ്ടു. നാളെയാണ് വോട്ടെണ്ണൽ. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA തെരഞ്ഞെടുപ്പാണ് സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി വരെയാണ് PTA തെരഞ്ഞെടുപ്പ് നീണ്ടുനിന്നത്. PTA കമ്മിറ്റിയിലേക്കുള്ള പാനലിൽ മത്സരം വന്നതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടി വന്നത്. വോട്ടെടുപ്പ് രാത്രി വൈകിയും തുടരുകയായിരുന്നു. ഇതിനിടെയാണ് ചില സംഘർഷങ്ങളും ഉടലെടുത്തത്. പട്ടാമ്പി പോലീസും സ്ഥലത്തെത്തി വിഷയങ്ങളിൽ ഇടപെട്ടു. ഇരു വിഭാഗങ്ങൾ തമ്മിൽ വലിയ തോതിലുള്ള ഒന്നും തള്ളും ഇതിനിടെ ഉണ്ടായി. സംഘർഷഭരിതമായ അന്തരീക്ഷത്തിനും ഇത് ഇടവരുത്തി. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തന്നെയാണ് PTA തെരഞ്ഞെടുപ്പിനും മത്സരരംഗത്തുള്ളത്. ഇത് തന്നെയാണ് PTA തെരഞ്ഞെടുപ്പിനും വീറും വാശിയും ഉണ്ടായത്. സമവായത്തിലൂടെ PTA ഭാരവാഹികളെ തെരഞ്ഞെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു വോട്ടെടുപ്പ് വേണ്ടി വന്നത്. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് രാത്രിയുടെ പോലീസ് സംഘവും നിലയുറപ്പിച്ചിരുന്നു.
തുടർന്ന് വോട്ടെണ്ണൽ ശനിയാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. നെഹ്റു യുവകേന്ദ്ര ശ്രദ്ധ തൃശൂരും കലാമണ്ഡലം NSS യൂണിറ്റും സംയുക്തമായി സ്വാമി വിവേകാനന്ദ ജയന്തി ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ച് കലാമണ്ഡലത്തിന്റെ മുൻവശത്ത് സ്നേഹാരാമം പൂന്തോട്ടം നിർമ്മിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM അഷറഫ് ഉദ്ഘാടനം ചെയ്തു. വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല ദേവി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ അജിത രവികുമാർ, ശ്രദ്ധ രക്ഷാധികാരി KS ഹംസ, കലാമണ്ഡലം അധ്യാപകരായ അച്യുതാനന്ദൻ പെരിങ്ങോട്, ചന്ദ്രൻ, കലാമണ്ഡലം ഗോപൻ, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രദ്ധ സെക്രട്ടറി B സുമേഷ് സ്വാഗതവും കലാമണ്ഡലം NSS കോർഡിനേറ്റർ സുദീപ് നന്ദിയും പറഞ്ഞു. ഇടവേള. തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിലേക്ക്. ബഡ് സ്കൂളിലെ കുട്ടികൾക്കൊപ്പം സ്നേഹസംഗമം ഒരുക്കി പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബിന്റെ വാർഷികാഘോഷം. മുഹമ്മദ് മോസിൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പിയിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് ഓങ്ങല്ലൂർ മരുതൂർ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം സ്നേഹസംഗമം ഒരുക്കിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തബലയിൽ A ഗ്രേഡ് നേടിയ ശ്രീഹരി R ബാബുവിന്റെ തബല വായനയും ഫ്ലൂട്ടിൽ A ഗ്രേഡ് നേടിയ B ശ്രീരാമിന്റെ ഫ്ലൂട്ട് വായനയോടെയുമാണ് സ്നേഹസംഗമം ആരംഭിച്ചത്. മുഹമ്മദ് മോസിൻ MLA സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി പ്രസ് ക്ലബിന്റെ വാർഷികാഘോഷം ഇത്തരത്തിൽ സംഘടിപ്പിച്ചത് മാതൃകാപരമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MLA സൂചിപ്പിച്ചു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മൂമെന്റുകളും ചെലവഴിക്കാൻ തയ്യാറാവുക എന്നത്, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ എന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വാർത്തകൾ എത്തിക്കുന്ന, സമൂഹത്തിന്റെ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായിട്ടുള്ള പ്രസ് ക്ലബ്ബ് ഇങ്ങനൊരു സ്നേഹവിരുന്ന് ബഡ്സ് സ്കൂളിൽ വെച്ച് നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഭിന്നശേഷി മേഖലയിൽ ഒരു അവയർനെസ് ഉണ്ടാക്കാനും ആ മേഖലയെ സമൂഹമാകെ പരിഗണിക്കുന്നതിനും അത് ഗുണമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു കാലത്ത് ഭിന്നശേഷി മേഖല വളരെയേറെ പരിഗണന കുറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്ന് മാറി മാറി വലിയ മാറ്റം ഭിന്നശേഷി മേഖലയിൽ വന്നു. പ്രത്യേക പരിഗണന ആവശ്യമാണെന്നും പരിശീലനം ആവശ്യമാണെന്നും അതിലൂടെ നല്ല ക്വാളിറ്റിയുള്ള ജീവിതം ഈ കുഞ്ഞുങ്ങൾക്ക് നയിക്കാൻ കഴിയുമെന്നും ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. പ്രസ് ക്ലബ് പ്രസിഡന്റ് K മധു അധ്യക്ഷനായിരുന്നു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TP രജീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം UT മാലതി, പട്ടാമ്പി ലയൺസ് ക്ലബ് പ്രസിഡന്റ് മനോജ്, EK ബാബു, ബഡ്സ് സ്കൂൾ PTA പ്രസിഡന്റ് U ഉണ്ണികൃഷ്ണൻ, സാമൂഹ്യ പ്രവർത്തകൻ മുരളീധരൻ വേലേരിമഠം, പ്രസ് ക്ലബ് സെക്രട്ടറി വിജയൻ പൂക്കോട്, ബഡ്സ് സ്കൂൾ പ്രധാനാധ്യാപിക അനുഷ, മോഹൻ ചരപ്പറമ്പിൽ, മറ്റു മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി ലയൺസ് ക്ലബിന്റെ വകയുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. മജിഷ്യൻ കൂടിയായ വേലേരിമഠം മുരളീധരന്റെ മാജിക് ഷോയും കുട്ടികൾക്ക് വേറിട്ട കാഴ്ചയാണ് ഒരുക്കിയത്. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. MLA ഉൾപ്പെടെയുള്ളവർ കുട്ടികൾക്കൊപ്പം കലാപരിപാടികളിൽ പങ്കാളികളായി. ക്യാൻസറിനെ കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, രോഗം മുൻകൂട്ടി കണ്ടെത്തി ചികിത്സിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയിട്ടുള്ള കാൻ തൃശൂരിന്റെ ഭാഗമായുള്ള ഏകദിന ശില്പശാല വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഹെൽത്ത് ഓഫീസർ റൂറൽ PK രാജു പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, എരുമപ്പെട്ടി DLC സൂപ്രണ്ട് ഡോക്ടർ E സുഷമ, മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ S ദിവ്യ, ബ്ലോക്ക്
പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PS പ്രദീപ്, VK സേതുമാധവൻ, K ജിഷ എന്നിവർ പങ്കെടുത്തു. നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3 വർഷമായി 4ാമത്തെ വർഷം കടക്കുകയാണ്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള 5 പഞ്ചായത്താണുള്ളത്. ഈ 5 പഞ്ചായത്തിൽ നാളെ എരുമപ്പെട്ടിയോടുകൂടി ഈ പദ്ധതിയുടെ പ്രവർത്തനം കഴിയാം. ഇനി നവമാധ്യമ കാഴ്ച. ചില സാഹചര്യങ്ങളിൽ തെറ്റിദ്ധാരണകൾ മൂലം പറ്റിക്കപ്പെട്ടേക്കാം. ഒരാൾ കരുതുന്നത് തന്നെ പുറകിൽ വരുന്ന ആളും കരുതിയാൽ ഒരു കൂട്ടം ആളുകൾക്ക് നിജസ്ഥിതി മനസ്സിലാക്കാനും കഴിയില്ല. ഒടുവിൽ അമളി പറ്റിയെന്ന് മനസ്സിലാകുമ്പോഴോ തലയിൽ കൈവയ്ക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ? ചൊവ്വനൂരിൽ നിന്ന് സജിത നൽകിയ ദൃശ്യം. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.